ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. 23-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കൂരിരുൾ താഴ്വര എന്നത് യഥാർത്ഥമായി ആ വാക്യം പഠിച്ചാൽ മരണ നിഴൽ താഴ്വര എന്നും, തമിഴിൽ മരണ ഇരുളിൻ പള്ളത്താക്ക്, മരണം ഉള്ള, മരണത്തിൻ്റെ നിഴലുള്ള താഴ്വരയാണ് ഈ ഭയപ്പെടുത്തുന്ന താഴ്വര. എന്നാൽ ദൈവഭക്തൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. കൂരിരുൾ എന്നത് മരണത്തേക്കാൾ ഭയാനകമായ ഒരു അനുഭവമാണ് ഈ താഴ്വര എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്ക് പലപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചാണ് നാം സന്തോഷിക്കുന്നത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവ സാന്നിധ്യം, ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ട്. കർത്താവ് പോലും എന്നെ മറന്നു കളഞ്ഞോ എന്ന് ഓർക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരാറുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കൂരിരുളിൻ്റെ താഴ്വര. അതാണ് ഏറ്റവും വലിയ മരണ നിഴൽ താഴ്വര. കർത്താവിനെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന അനുഭവങ്ങൾ, ദൈവമുഖത്തേക്ക് നോക്കുവാനോ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനോ കഴിയാതിരിക്കുന്ന, ദൈവത്തെ കിട്ടാതിരിക്കുന്ന ആ അനുഭവം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ശ്വാസം ലഭിക്കാത്തതിനേക്കാൾ കാഠിന്യമേറിയ ഒരു അനുഭവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഭക്തൻ പറയുന്നു, അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വരുമ്പോൾ പോലും ഞാൻ ഭയപ്പെടുകയില്ല. ആ ദൈവത്തെ എനിക്ക് അനുഭവിക്കുവാൻ കഴിയാതിരിക്കുന്നതാണ് കൂരിരുളിൻ്റെ താഴ്വരയെങ്കിലും ആ സമയത്ത് എൻ്റെ ദൈവം എന്നെ തൻ്റെ കരങ്ങളിൽ വഹിച്ചിട്ടുണ്ട്. ഓർക്കണം, എത്ര ക്രിട്ടിക്കൽ സാഹചര്യത്തിലും നമ്മെ മറക്കാത്തൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതം തീർന്നു എന്ന് പൂർണ്ണമായി വിധി എഴുതുന്ന ആ സന്ദർഭങ്ങളിലും സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ കാണുന്നില്ല, ഞാൻ അറിയുന്നില്ല, എൻ്റെ ഒരു ചിന്തയിലും ദൈവം അടുത്തില്ല. പക്ഷെ അപ്പോഴും എൻ്റെ ദൈവം എന്നോട് കൂടെ തന്നെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും കൂടെയുണ്ട്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് വരുന്നു. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. സകല ജനത്തെയും അനുഗ്രഹിക്കണം. ജീവിതത്തിൽ നിർണായകമായ ഘട്ടങ്ങൾ, മരണ നിഴൽ താഴ്വര, ദൈവം കൂടെയില്ല എന്ന് തോന്നുന്ന ഒരു ഭക്തൻ്റെ ജീവിത അനുഭവങ്ങൾ, അവിടെയും ഭയപ്പെടാതെ അദൃശ്യനായി കൂടെയിരിക്കുന്ന കർത്താവിനെ അറിയുവാൻ, അനുഗമിക്കുവാൻ ഓരോരുത്തർക്കും കൃപ നൽകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിരാശയിലും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. അവർ ദൈവത്തെ അറിയട്ടെ, അനുഭവിക്കട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.